തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന വാർഡുകളിലൊന്നാണ് വെള്ളാർ. ഇത്തവണ അത് വനിതാ സംവരണ വാർഡാണ്. കഴിഞ്ഞ 2 തവണയും 2015-ലും 20-ലും BJP വിജയിച്ച ഒരു വാർഡാണ്. 2010-ൽ അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായിരുന്നു. കഴിഞ്ഞ 2 തവണ എന്നാൽ BJP അവിടെ വിജയം നേടുന്ന ഒരു കാഴ്ച കണ്ടു. ആ സീറ്റ് തിരിച്ചു പിടിക്കാനായിട്ട് കോൺഗ്രസ് ഇപ്പോൾ ഒരു യുവ നേതാവിനെയാണ്, സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. രഞ്ജിനി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. തെരഞ്ഞെടുപ്പിലെ ആദ്യ പോരാട്ടമാണ്, അതും കൈവിട്ട ഒരു സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് മുന്നിലുള്ളത്. എങ്ങനെയാണ് പോരാട്ടത്തെ കാണുന്നത്? അതെ, നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. നല്ല ആൾക്കാരുടെ നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. നമുക്ക് ഉറപ്പുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ വാർഡ് പിടിച്ചിരിക്കും എന്നുള്ളൊരു നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രചരണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്? കുടിവെള്ളത്തിൻ്റെ മെയിനായിട്ട് നമ്മൾ വീടുകൾ തോറും പോകുമ്പോൾ അവർ പറയുന്ന കാര്യം മെയിനായിട്ട് വഴി വേണം അവർക്ക്. കുടിവെള്ളം, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊക്കെ മെയിൻ ഇഷ്യൂസ് ആണ്. പിന്നെ കുറച്ച് കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒരു ഹെൽപ്പ് വേണം എന്ന് അവർ നമ്മളോട് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഹെൽപ്പ് വേണമെന്ന് അവരെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യണമെന്ന് നമുക്കൊരു ഇതുണ്ട്. നമ്മുടെ പ്രകടന പത്രികയിൽ നമ്മളത് നോട്ട് ചെയ്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളതെല്ലാം ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ എല്ലാവരും അതിന് ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ഭരിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ അതിന്റെ ഒരു വികസനമില്ലായ്മ അതൊക്കെ തന്നെ ഈ വീടുകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും നമ്മളോട് ഓപ്പണായി തന്നെ പറയുന്നുണ്ട്. അത് നമ്മളത് പരിഗണിക്കുന്നുണ്ട്. നമ്മളത് പ്രകടന പത്രികയായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തിരിക്കും, നമ്മൾ ഉറപ്പാണത്, 100% ഉറപ്പാണ്. നമ്മളതാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഒരു ആദ്യ തവണയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് വലിയ രീതിയിലൊരു മുന്നൊരുക്കം കോൺഗ്രസ് പതിവില്ലാത്ത രീതിയിൽ നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ ശബരിനാഥിനെ പോലെ ഒരു യുവ നേതാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് എത്രത്തോളം UDF-നും കോൺഗ്രസിനും ഒരു പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്? നമ്മൾ നേരത്തെ ഒരു പ്രിപ്പറേഷനിൽ നേരത്തെ തുടങ്ങി തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്, പ്രവർത്തകരെല്ലാവരും, നാട്ടുകാരും എല്ലാവരും കൂടെയുണ്ട്. പോസിറ്റീവാണ്. ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഒപ്പം തന്നെ മുതിർന്ന നേതാവ്, ഒരു രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രമുഖനായിട്ടുള്ള K. മുരളീധരനാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഒരു 7-8 മാസം മുൻപ് തന്നെ അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നു, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അതൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ മുരളീധരന്റെ ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ തുടക്കം മുതൽ ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളിക്കാരൻ നമ്മുടെ വാർഡിൽ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പോസിറ്റീവ് എനർജി. അന്ന് മുതൽ നമ്മൾ ആക്റ്റീവാണ് എല്ലാവരും തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട്. ഒപ്പം തന്നെ ഇത്തവണ ഒരുപാട് യുവ നേതാക്കൾക്ക്, KSUവിന്റെ നേതാക്കളാണെങ്കിലും യൂത്ത് കോൺഗ്രസിനാണെങ്കിലും ഒരുപാട് നേതാക്കൾക്ക് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിത്വത്തില് പരിഗണന കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മുട്ടടയിൽ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്നത് അത് വലിയൊരു വിവാദമായിട്ട് മാറി. ആ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ CPM പരമാവധി ശ്രമിച്ച ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ യുവാക്കളെ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കുമ്പോൾ അത് എത്രത്തോളം ഒരു പോസിറ്റിവിറ്റിയാണ് ഉണ്ടാക്കുന്നത്? പോസിറ്റിവിറ്റി, യങ്സ്റ്റേഴ്സിനെ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിച്ചേക്കാണ് എല്ലായിടത്തും. അപ്പോൾ അതൊരു UDF-ന് അതൊരു മുതൽക്കൂട്ടാവും തീർച്ചയായിട്ടും. ഇപ്പം തന്നെ ഈ കോർപ്പറേഷൻ കഴിഞ്ഞ 30 വർഷമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് LDF-ന്റെ ഭരണമാണ്. അപ്പോൾ 2 തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ പ്രതിഫലിക്കേണ്ടത്, അല്ലെ? 30-35 വർഷമായിട്ട് LDF കോർപ്പറേഷൻ ഭരിക്കുന്നു. 10 വർഷമായിട്ട് സംസ്ഥാനത്തുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, അത് ഏത് തരത്തിൽ നമുക്ക് അനുകൂലമാകുമെന്നാണ് കരുതുന്നത്? അത് എന്താ പറയുക, ആൾക്കാർ എന്ന് വെച്ചാൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് മുൻതൂക്കം കൊടുക്കണം. അതിനു വേണ്ടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവർ. അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആണ്. അപ്പോൾ തന്നെ ഈ മേയർ കഴിഞ്ഞ തവണ 21 വയസ്സുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള പദവിയിലൊക്കെ വന്നതാണ്. പക്ഷേ അവർക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. വലിയ വിവാദങ്ങളിൽ ചെന്നപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒന്ന് ഒഴിവാക്കി പോകാൻ നമുക്കറിയാമല്ലോ.
KSRTC ഡ്രൈവറായിട്ടുള്ള ഇതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ അതിന്റെ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിരിക്കുകയാണ്. അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിവാദ നായികയായിട്ട് മാറിയ ഒരു മേയറാണ് ഉള്ളത്. അത് എത്രത്തോളം LDFന് തിരിച്ചടിയാകുമെന്നാണ് കരുതുന്നത്? അത് തീർച്ചയായിട്ടും അവര് ഒരു ഭരണവിരുദ്ധ വികാരം കോർപ്പറേഷനിലെ അത് എന്തായാലും പ്രകടമാകും തീർച്ചയായിട്ടും. മറുവശത്ത് BJP നമുക്കറിയാം, ഈ എന്താ പറയുക, പല വാർഡുകളിലും BJPയും CPM-ഉം തമ്മിലൊരു ലിങ്കാണ്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു അന്തർധാരയുണ്ട് എന്ന് CPM തന്നെ നേതാക്കൾ പറയുകയും അവർ വിമതരായിട്ട് ഇത്തവണ പല വാർഡുകളിലും മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ തന്നെ പ്രചരണത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, വളരെ നന്ദി. താങ്ക് യു.